പ്രകൃതിയുടെ മനോഹാരിത ഒപ്പിയെടുത്ത വയനാടിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സരസ്വതി ക്ഷേത്രം. ആദ്യ കാവ്യമായ രാമായണത്തിലെ ശീലികളുടെ തലോടലേറ്റ പുണ്യഭൂമി. ആദി കവിയുടെ ആശ്രമം ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആശ്രമക്കൊല്ലിയും, മുനികുമാരന്മാർ കളിച്ചു വളർന്ന ശശിമലയും, ലവകുശന്മാർ പുൽമത്തിയിൽ പള്ളികൊണ്ട പുൽപ്പള്ളിയും സാംസ്കാരിക സമ്പന്നതയൊരുക്കിയ നാട്. കുടിയേറ്റ പെരുമയാൽ ശ്രദ്ധേയമായ നാട്. കാർഷിക ഭൂമിയിലേക്ക് കാലത്തിന്റെ അനിവാര്യതയായി വിവിധ ദേശങ്ങളിൽ നിന്ന് നാനാജാതി മതസ്ഥരുടെ കുടിയേറ്റം. പ്രകൃതി രമണീയമായ ഗ്രാമത്തിലെ ആദിമ നിവാസികളുടെയും കുടിയേറ്റ ജനതയുടെ സ്വപ്ന സാക്ഷാത്കാരമായി പള്ളിയോട് ചേർന്നൊരു പള്ളിക്കൂടം, സെന്റ് സെബാസ്റ്റ്യൻസ് UP സ്കൂൾ. മാനന്തവാട് രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെ കീഴിൽ അഭിമന്യ മാർ ജോസ് പൊരുന്നേടം പിതാവ് രക്ഷാധികാരിയായി ഇപ്പോൾ ബഹുമാനപ്പെട്ട കോർപ്പറേറ്റ് മാനേജർ ഫാദർ ജോൺ P. ജോർജ് പൊൻപാറയ്ക്കലിന്റെ മേൽനോട്ടത്തിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നമ്മുടെ വിദ്യാലയം പ്രവർത്തിക്കുന്നു. ചെറുപുഞ്ചിരിയോടെ വിദ്യാലയത്തിൽ നിറസാന്നിധ്യമായി ആത്മീയ അനുഭൂതിയാൽ പ്രകാശവലയം സൃഷ്ടിക്കുന്ന സ്കൂൾ മാനേജർ ബഹുമാനപ്പെട്ട ഫാദർ തോമസ് പരുന്തനൂലിൽ. വിദ്യാലയത്തെ മികവിന്റെ കേന്ദ്രങ്ങളാക്കാൻ നന്മയുടെയും വിജ്ഞാനത്തിന്റെയും നല്ല പാഠങ്ങൾ ചൊല്ലിത്തന്ന് തന്നേക്കാൾ തന്റെ വിദ്യാലയത്തെ സ്നേഹിക്കുന്ന ഹെഡ്മാസ്റ്റർ ജോൺസൺ സാർ. ജീവിതത്തിലെ 36 വർഷങ്ങൾ വിദ്യാലയത്തിന്റെ മികവിനു വേണ്ടി മാറ്റിവെച്ച, സംസ്കൃത ഭാഷയുടെ ചൈതന്യം കുട്ടികൾക്കായി സമ്മാനിച്ച നമ്മോടൊപ്പമുള്ള ശോഭന ടീച്ചർ. നീണ്ട 34 വർഷങ്ങൾ സ്നേഹത്തിന്റെ തലോടലായി വിജ്ഞാനത്തിന്റെ വാതിലുകൾ തുറന്നുകൊടുത്ത ശാസ്ത്ര അധ്യാപിക ലൈല ടീച്ചർ. രണ്ടുപേരും ഈ അധ്യയന വർഷം നമ്മോട് വിട പറയുകയാണ്. നല്ലത് ചൊല്ലിത്തന്നതിന്റെ നല്ല ഓർമ്മകൾ ഞങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നു. കഴിഞ്ഞ 2 വർഷങ്ങൾ സ്കൂളിനു വേണ്ടി സേവനം ചെയ്ത പഴൂർ സെന്റ് ആന്റണീസ് UP സ്കൂളിലേക്ക് സ്ഥലം മാറിപ്പോയ ശ്രീമതി അഞ്ജലി തോമസിനെ നന്ദിയോടെ ഓർക്കുന്നു. പകരമായി വന്ന ശ്രീ ജോഷി NJയും 1ാം ക്ലാസ്സിന് ലഭിച്ച പുതിയ ഡിവിഷനിലേക്ക് ചാർജെടുത്ത ശ്രീമതി റിൻസിമോൾ KRഉം ഉൾപ്പെടെ 21 അധ്യാപകരും ഒരു ഓഫീസ് സ്റ്റാഫുമാണ് സ്കൂളിൽ പ്രവർത്തിക്കുന്നത്. ഒപ്പം ശ്രീമതി ചിഞ്ചുമോൾ, ശ്രീമതി അമ്പിളി, ശ്രീമതി സവിത, കുമാരി അഞ്ജുഷ ബേബി എന്നിവരും ദിവസവേതന അടിസ്ഥാനത്തിൽ സേവനം ചെയ്തു വരുന്നു. നാൾവഴികളിൽ കരുത്തായി കരുതലായി വിദ്യാലയത്തെ ചേർത്തു പിടിച്ച് പ്രവർത്തനങ്ങൾക്ക് തുണയായി ഒപ്പം നിൽക്കുന്ന PTA സാന്നിധ്യം അവിസ്മരണീയമാണ്. 2018 ജൂൺ 22 ശ്രീ ജെയ്സൺ ആലവെന്തക്കാലായുടെ നേതൃത്വത്തിലുള്ള PTA-യും ശ്രീമതി സിമി ചിറ്റേഴത്തിന്റെ നേതൃത്വത്തിലുള്ള MPTA-യും ഉൾപ്പെടെ 19 പേർ അടങ്ങുന്ന PTA എക്സിക്യൂട്ടീവ് ചുമതലയേറ്റു. വിദ്യാലയത്തിന്റെ മികവിന് കാരണം ഇവർ കൊച്ചുകൂട്ടുകാർ. വിദ്യയുടെ പൊൻകിരണങ്ങൾ മനസ്സിൽ സൂക്ഷിച്ച് നന്മയുടെ സന്ദേശം ലോകത്തിന് സമ്മാനിക്കാൻ വിളിക്കപ്പെട്ടവർ. ഇവർ ചരിത്രമാകും. ആ ചരിത്രം ആരംഭിക്കുന്നത് പാടിച്ചിറ സ്കൂളിന്റെ മുറ്റത്തുനിന്നും. വിദ്യാഭ്യാസം അതിന്റെ എല്ലാ നൂതന സങ്കേതങ്ങളിലൂടെ ലഭ്യമാക്കുന്നതിനും പഠന പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങൾ കേവലം വാചികമായ അറിവിൽ ഒതുങ്ങാതെ കുട്ടികളിലേക്ക് ദൃശ്യ ശ്രാവ്യ അനുഭവങ്ങൾ നൽകുന്ന പഠനരീതിയെ പ്രോത്സാഹിപ്പിക്കുന്ന സ്മാർട്ട് ക്ലാസ് റൂം നമ്മുടെ വിദ്യാലയത്തിന് ഒരു പ്രമുഖ സവിശേഷതയാണ്. കാലത്തിന്റെ എല്ലാ മാറ്റങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ആ മാറ്റം കുട്ടികളിൽ എത്തിക്കാൻ പരിശ്രമിക്കുന്നത് ഒരു നല്ല വിദ്യാലയത്തിന്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ്. PTA-യുടെ സഹകരണത്തോടെ നവീകരിച്ച ഒരു കമ്പ്യൂട്ടർ ലാബ് നമുക്കുണ്ട്. ശ്രീമതി ബിന്ദു ജെയ്മോന്റെ നേതൃത്വത്തിൽ സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും മികവാർന്ന രീതിയിൽ കമ്പ്യൂട്ടർ പരിശീലനം നടന്നുവരുന്നു. മികവിന് സമ്മാനമായി കമ്പ്യൂട്ടർ ലാബ് നവീകരണത്തിനായി 1.5 ലക്ഷം രൂപയോളം MP ഫണ്ടിൽ നിന്നും അനുവദിച്ചു കിട്ടി. വൈവിധ്യമാർന്ന രുചിഭേദങ്ങൾ വിദ്യാർത്ഥികളുടെ നാവിൻ തുമ്പിലേക്ക് പകർന്നു നൽകുന്ന സ്കൂൾ ജൈവ പച്ചക്കറി തോട്ടത്തിൽ നിന്നുള്ള പച്ചക്കറികൾ ഉപയോഗിച്ച് ഗുണപ്രദവും പോഷകസമൃദ്ധവുമായ ഉച്ചഭക്ഷണം ശ്രീമതി അമ്മിണി കല്ലുംപുറത്ത്, ശ്രീമതി റിൻസി വാവശ്ശേരി എന്നിവർ വിദ്യാർത്ഥികൾക്കായി ലഭ്യമാക്കുന്നു.
കൂടാതെ ഗോത്രവർഗ വിദ്യാർത്ഥികൾക്കായി പ്രഭാത ഭക്ഷണവും നൽകി വരുന്നു. വിദ്യാർത്ഥികളുടെ സുഗമമായ യാത്രാ സൗകര്യം ലക്ഷ്യമാക്കിക്കൊണ്ട് 120ഓളം വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി 2 ട്രിപ്പുകളായി സ്കൂൾ ബസ് സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നു. കൂടാതെ ഗോത്രവർഗ വിദ്യാർത്ഥികൾക്കായി ഗോത്രസാരഥി വാഹനങ്ങളും ക്രമീകരിച്ചിരിക്കുന്നു. കൃഷിയോടുള്ള ആഭിമുഖ്യം വളർത്തുന്നതിന് ഭാഗമായി സ്കൂൾ പരിസ്ഥിതി ക്ലബിൻ്റെയും നല്ലപാടം യൂണിറ്റിൻ്റെയും ആഭിമുഖ്യത്തിൽ വിപുലവും മനോഹരവും വൈവിധ്യവുമാർന്ന ജൈവ പച്ചക്കറിത്തോട്ടവും ഉദ്യാന പരിപാലനവും നടന്നുവരുന്നു. വിദ്യാർത്ഥികൾക്ക് വായനയുടെ വസന്തം നുകരാൻ, വായനാശീലം പ്രോത്സാഹിപ്പിക്കാൻ സഹായകമായ പുസ്തകങ്ങളുടെ ഒരു കലവറ ഒരുക്കിക്കൊണ്ട് ശ്രീമതി ഷെറിൻ ഫ്രാൻസിസിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സ്കൂൾ ലൈബ്രറി, ഒപ്പം ക്ലാസ് റൂം പ്രവർത്തനങ്ങൾക്കും വിവര ശേഖരണങ്ങൾക്കുമായി ക്ലാസ് റൂം ലൈബ്രറിയും ക്രമീകരിച്ചിരിക്കുന്നു. കുട്ടികളിലെ സമ്പാദ്യശീലം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ശ്രീ അമൽജിത്ത് സെബാസ്റ്റ്യന്റെയും ശ്രീമതി ജമീല കയുടെയും നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്ന സഞ്ചയിക പദ്ധതി പുത്തനുണർവേകിയ പുതിയ വർഷത്തേക്ക് ഒരു തിരിഞ്ഞുനോട്ടം. വിജ്ഞാനത്തിന്റെ നിറകതിരുകൾ സ്വന്തമാക്കുവാൻ ആഗ്രഹിച്ചെത്തിയ കുരുന്നുകളെ വരവേറ്റുകൊണ്ട് 2018-19 വർഷത്തെ പഞ്ചായത്ത് തല പ്രവേശനോത്സവത്തിന് സാക്ഷ്യം വഹിക്കുവാൻ നമ്മുടെ സ്കൂളിന് സാധിച്ചു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പാടിച്ചിറ ടൗണിലേക്ക് സംഘടിപ്പിച്ച റാലിയും പൊതുസമ്മേളനവും സമൂഹത്തിലെ പ്രമുഖരായ വ്യക്തിത്വങ്ങളുടെയും സാന്നിധ്യം കൊണ്ട് മഹനീയമായിരുന്നു. 2017-2018 അധ്യയന വർഷത്തിൽ മികവാർന്ന നേട്ടങ്ങളിൽ ഒന്നായിരുന്നു LP വിഭാഗം LSS സ്കോളർഷിപ്പ്. ഡിയോൺ PR, അഫ്റ്റിയ ജെയ്സൺ എന്നിവർ LSS സ്കോളർഷിപ്പിന് നേട്ടങ്ങൾ കൈവരിച്ചു. ഒപ്പം SSLC +2 പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയ പൂർവ്വ വിദ്യാർത്ഥികൾ സ്കൂളിൽ ചേർന്ന ജനറൽ ബോഡി മീറ്റിംഗിൽ മികവിന് കാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് ആദരവ് നൽകി. ജനാധിപത്യ രീതികൾ മനസ്സിലാക്കി അവയിൽ ഉൾച്ചേർന്ന് പ്രവർത്തിക്കുന്നതിനായി സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നു. സ്കൂൾ ലീഡറായി സ്റ്റീവ് സനിൽ, അസിസ്റ്റന്റ് ലീഡറായി കുമാരി ആൻ മേരി ജോൺസൺ, ക്യാപ്റ്റനായി ദേവനന്ദ് P. ബിജു, വൈസ് ക്യാപ്റ്റനായി കാതറിൻ ബ്രിജിത് സാബു എന്നിവരും അധികാരമേറ്റു. കഴിവുകൾ പ്രകടമാക്കുന്ന മത്സരങ്ങൾ, കലാകായിക ശാസ്ത്ര മേളകൾ, പഠന വിഷയങ്ങളെയും സർഗാത്മക കഴിവുകളെയും തൊഴിൽ അഭിരുചികളെയും കണ്ടെത്തി പ്രോത്സാഹനം നൽകുന്നതിൻ്റെ ഭാഗമായി സ്കൂൾ തല ശാസ്ത്രമേളയ്ക്ക് 2018 ജൂലൈ 24 വേദിയൊരുങ്ങി. കുട്ടികളുടെ വൈവിധ്യമാർന്ന കഴിവുകളുടെ മഹാപ്രകടനത്തിന് അധ്യാപകർ നേതൃത്വം നൽകി. കുട്ടികളുടെ ശാരീരികവും മാനസികവും കായികവുമായ കഴിവുകൾ കണ്ടെത്തുന്നതിനും പ്രോത്സാഹനം നൽകുന്നതിനുമായി സ്കൂൾ തല കായികമേള സെപ്റ്റംബർ 6-7 തീയതികളിൽ നടക്കുകയുണ്ടായി. സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ തോമസ് പരുന്തനൂലിൽ, മുൻ മാനേജർ ഫാദർ ജോർജ് മാമ്പള്ളി, PTA ഭാരവാഹികൾ, അധ്യാപകർ എന്നിവരുടെ സാന്നിധ്യം കായിക ദിനം ആവേശമുള്ളതാക്കി മാറ്റി. കലാപരമായ വിവിധ ഇനങ്ങളിൽ മാറ്റുരയ്ക്കുന്ന വൈവിധ്യങ്ങൾ നിറഞ്ഞ പ്രകടനങ്ങളുമായി സ്കൂൾ കലാമേള സെപ്റ്റംബർ 27-28 തീയതികളിൽ അരങ്ങു തകർത്തു. ഈണവും താളവും മേളവും കൈകോർത്ത് അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഒത്തുചേർന്ന് സ്കൂൾ അങ്കണം കലാമാമാങ്കത്തിന് സാക്ഷിയായി. ദിനാചരണങ്ങളിലൂടെ അറിവ് നേടാൻ പ്രകൃതി സംരക്ഷണവും അതിന്റെ പ്രാധാന്യവും വിളിച്ചോതുന്ന ജൂൺ 5 പരിസ്ഥിതി ദിനം കടന്നുവന്നു. പ്രകൃതി നമ്മുടേതും നാം പ്രകൃതിയുടേതും എന്ന സന്ദേശം ഉൾക്കൊണ്ട് വിവിധ പ്രവർത്തനങ്ങളിലൂടെ പരിസ്ഥിതി ദിനം അതിന്റെ പ്രാധാന്യത്തോടെ ആചരിച്ചു. വായനയുടെ മാന്ത്രിക ചെപ്പ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തലുകളായി തുറന്നുകാട്ടിയ ദിനമായിരുന്നു ജൂൺ 19 വായനാ ദിനം. വായനയുടെ വർണ്ണങ്ങൾ വിതറുന്ന ഒത്തിരിയധികം പ്രവർത്തനങ്ങൾ വായനാ വാരത്തോടനുബന്ധിച്ച് കുട്ടികൾക്ക് പ്രചോദനമായി നടത്തപ്പെട്ടു. ആകാശവിസ്മയങ്ങളെക്കുറിച്ച് ചുരുളഴിയുന്ന ഓർമ്മപ്പെടുത്തലുകളാണ് ചാന്ദ്ര ദിനാഘോഷം. റോക്കറ്റുകളും ചിത്രങ്ങളും ശാസ്ത്ര ക്വിസുമെല്ലാം കുട്ടികളുടെ ശാസ്ത്രീയ മനോഭാവം ഉണർത്തുന്നതായിരുന്നു. അധ്യാപനത്തിലെ മഹത്വം ഉയർത്തിപ്പിടിച്ച ഡോക്ടർ S. രാധാകൃഷ്ണന്റെ ജന്മദിനമായ സെപ്റ്റംബർ 5 രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ചേർന്ന് അധ്യാപകർക്കായി സമർപ്പിച്ചു. രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അധ്യാപകർക്ക് നൽകുന്ന
കരുതലിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകമായിരുന്നു അധ്യാപക ദിനാഘോഷം. ഇന്ത്യയുടെ രാഷ്ട്രഭാഷയായ ഹിന്ദിയുടെ പ്രൗഢിയും പ്രാധാന്യവും വിളിച്ചോതിക്കൊണ്ട് ഹിന്ദി അധ്യാപിക ശ്രീമതി സെലിൻ തോമസിന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 14 ഹിന്ദി ദിനമായി ആചരിച്ചു. സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും പാത പിന്തുടർന്ന നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ജന്മദിനം സ്കൂളും പരിസരവും വൃത്തിയാക്കിക്കൊണ്ടും ആഴ്ചയിൽ ഒരു ദിവസം ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടും ആ മഹാത്മാവിന്റെ ഓർമ്മ മനസ്സിൽ സൂക്ഷിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്തിന്റെ ജന്മദിനം നവംബർ 1. പ്രളയത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് സ്കൂളിലെ മുഴുവൻ കുട്ടികളുടെയും മനസ്സിലെ നവകേരളത്തിന്റെ ഭാവന ചുമരിൽ കുറിച്ചുവെച്ചു. ശാസ്ത്ര പരീക്ഷണങ്ങളും കണ്ടെത്തലുകളും എന്നും കുട്ടികളിൽ ആവേശം ഉളവാക്കുന്നതാണ്. ശാസ്ത്രത്തോട് ആഭിമുഖ്യം വളർത്തുവാൻ സഹായകമായ തരത്തിൽ വിവിധ പരീക്ഷണങ്ങളുടെ പ്രദർശനം, ക്വിസ് മത്സരം, ശാസ്ത്രദിന സന്ദേശം എന്നിവയിലൂടെ നവംബർ 7 ശാസ്ത്രാധ്യാപിക ലൈല ജോർജിന്റെ നേതൃത്വത്തിൽ ശാസ്ത്ര ദിനാചരണം നടത്തി. പൂമ്പാറ്റകളെ പോലെ പാറിപ്പറക്കേണ്ട കുരുന്നുകളുടെ ദിനം നവംബർ 14 ശിശുദിനം. ആഘോഷ തിരകൾ ഉയർന്ന നിമിഷങ്ങൾ. നാനാജാതി വർണ്ണങ്ങൾ വാരിവിതറി പൂന്തേൻ തേടിപ്പോകുന്ന പൂമ്പാറ്റകളെപ്പോലെ അവർ പാറി നടന്നു. പാടിച്ചിറ ടൗണിലേക്കുള്ള വർണ്ണശബളമായ റാലിയും ആഘോഷമായ പൊതുസമ്മേളനവും ശിശുദിന ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. ലോക എയ്ഡ്സ് ദിനമായ ഡിസംബർ 1 എയ്ഡ്സ് ദിന ബോധവൽക്കരണ സന്ദേശ പരിപാടികളോടെ ആരംഭിച്ചു. മുഴുവൻ കുട്ടികളുടെയും പങ്കാളിത്തത്തോടെ തന്നെ എയ്ഡ്സ് ദിന ബോധവൽക്കരണ സന്ദേശം സമൂഹത്തിന് സമ്മാനിച്ചു. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശവുമായി വന്നെത്തിയ ക്രിസ്തുമസ്, ഉണ്ണിയേശുവിന്റെ പിറവിയുടെ ഓർമ്മയ്ക്കായി പുൽക്കൂടും ലോകത്തിന്റെ സമാധാനത്തിന്റെ സന്ദേശവുമായി മനുഷ്യനായി അവതരിച്ച് യേശുക്രിസ്തുവിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഗാനങ്ങളും സന്ദേശങ്ങളും ടൗണിലേക്ക് നടത്തിയ കരോളും എല്ലാം ക്രിസ്തുമസ് ആഘോഷം വൈവിധ്യമുള്ളതാക്കി. ഒന്നിച്ചുകൂടാൻ, ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ വിവിധ ക്ലബ്ബുകൾ. വ്യത്യസ്ത പ്രവർത്തന ശൈലി കൊണ്ട് കുട്ടികളിലേക്കും സമൂഹത്തിലേക്കും വിവിധ വിഷയങ്ങളെക്കുറിച്ച് അവബോധം നൽകുന്നതാണ് ക്ലബ്ബുകൾ. പഠന പ്രവർത്തനങ്ങളോടൊപ്പം ദിനാചരണങ്ങൾ, ക്വിസ് മത്സരങ്ങൾ, പാഠ്യേതര പ്രവർത്തനങ്ങൾ എന്നിവ നമ്മുടെ സ്കൂളിലെ ക്ലബ്ബുകൾ വഴി നടന്നുവരുന്നു. ഗണിത താൽപര്യമുണർത്തുന്ന ഗണിത ക്ലബ്ബ്, ഭാഷാ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഭാഷാ ക്ലബ്ബ്, ശാസ്ത്രീയ മനോഭാവങ്ങൾ സൃഷ്ടിക്കുന്ന ശാസ്ത്ര ക്ലബ്ബ്, സാമൂഹ്യ ധാരണകൾ വളർത്തുന്ന സാമൂഹ്യശാസ്ത്ര ക്ലബ്ബ്, ഇംഗ്ലീഷ് ഭാഷയുടെ പ്രൗഢി ഉണർത്തുന്ന ഇംഗ്ലീഷ് ക്ലബ്ബ്, ഹിന്ദി ഭാഷയിൽ ഊന്നി പ്രവർത്തിക്കുന്ന ഹിന്ദി ക്ലബ്ബ്, സംസ്കൃത ഭാഷയുടെ പ്രാധാന്യം ഊന്നിപ്പറയുന്ന സംസ്കൃതം ക്ലബ്ബ്, അറബി ഭാഷാ പരിജ്ഞാനം സാധ്യമാക്കുന്ന അറബി ക്ലബ്ബ്, ഉറുദു ഭാഷയുടെ പ്രൗഢി വിളിച്ചോതുന്ന ഉറുദു ക്ലബ്ബ്, കുട്ടികളിലെ കലാപരമായ മികവുകളെ പ്രോത്സാഹിപ്പിക്കുന്ന വിദ്യാരംഗം കലാസാഹിത്യവേദി തുടങ്ങിയ ക്ലബ്ബുകൾ വിവിധ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ കാര്യക്ഷമമായി നമ്മുടെ സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്നു. കുട്ടികളിൽ സാമൂഹ്യ സേവന മനോഭാവം വളർത്തിയെടുക്കുന്നതിനായി സ്കൂളിൽ JRC യൂണിറ്റ് പ്രവർത്തിക്കുന്നു. സ്കൂളിലെ ദൈനംദിന ശുചീകരണ പ്രവർത്തനങ്ങൾ, അച്ചടക്കം, ആതുര സേവനം, സ്നേഹപൂർവ്വം സഹപാഠിക്ക് പ്രഥമ ശുശ്രൂഷ, ദിനാചരണങ്ങൾ തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് JRC ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് കുട്ടികൾക്കായി തുറന്നു തരുന്നത് വളരെ വിശാലമായ വിജ്ഞാനത്തിന്റെ മേഖലകളാണ്. കുട്ടികളിലെ പിന്നോക്കാവസ്ഥ പരിഹരിക്കണമെന്ന ലക്ഷ്യത്തോടെ ആസ്വാദ്യകരമായ രീതിയിൽ വ്യത്യസ്ത പ്രവർത്തനങ്ങൾ ഒരുക്കിയിരിക്കുന്നു. നമ്മുടെ സ്കൂളിലെ കുട്ടികളും ആസ്വാദനത്തിന്റെ തലങ്ങളിലൂടെ സഞ്ചരിച്ചു. ഇംഗ്ലീഷ് ഭാഷാ പഠനം അതിൻ്റെ ഉന്നതിയിലേക്ക് ഉയർത്തുന്നതിനായി കുട്ടികളുൾ ഓരോരുത്തരുടെയും നിലവാരം പരിഗണിച്ച് വിവിധ പ്രവർത്തനങ്ങൾ നൽകാൻ അവസരം നൽകുന്ന ഇംഗ്ലീഷ് പരിപോഷണ പരിപാടി ഹലോ ഇംഗ്ലീഷ്. മലയാള ഭാഷയിലെ അടിസ്ഥാന ശേഷികൾ നേടുന്നതിനായി കുട്ടികളുടെ പ്രമുഖ മേഖലകൾ തിരിച്ചറിഞ്ഞ് വായനയും എഴുത്തും പരിപോഷിപ്പിക്കുന്നതിനായി LP, UP തലങ്ങളിൽ മലയാള തിളക്കം. എല്ലാ വിഷയങ്ങളിലുമുള്ള പിന്നോക്കാവസ്ഥ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി സ്കൂൾ തലത്തിൽ നടപ്പിലാക്കിയ ശ്രദ്ധ, കുട്ടികളിൽ ശാസ്ത്രീയ അവബോധവും ശാസ്ത്രീയ അഭിരുചിയും വളർത്തുന്നതിനായി ആകാംക്ഷയും അത്ഭുതവും സൃഷ്ടിക്കുന്ന പരീക്ഷണ പരിപാടികൾ ഉൾപ്പെടുത്തി ശാസ്ത്ര കൗതുകം ശില്പശാല.
കുട്ടികളിലെ പഠനത്തിൻ്റെയും അറിവുകളുടെയും പ്രദർശനം, പഠനോത്സവം. എല്ലാ രക്ഷിതാക്കളുടെയും മുൻപിൽ ക്ലാസ് തലത്തിൽ കുട്ടികളുടെ കഴിവുകളും മികവുകളും പ്രദർശിപ്പിക്കുന്നതിനുള്ള വേദിയായിരുന്നു പഠനോത്സവം. കുട്ടികളിലെ കഴിവുകൾ തിരിച്ചറിയുന്നതിനും മികവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള അവസരമായി പഠനോത്സവം മാറി. പൂർവ്വ വിദ്യാർത്ഥിയും 6ാം വാർഡ് മെമ്പറുമായ ശ്രീ തോമസ് പാഴുക്കാല ഉദ്ഘാടനം ചെയ്തതോടെ പഠനോത്സവത്തിന് തുടക്കം കുറിച്ചു. കളികളിലൂടെ രാഷ്ട്രഭാഷയുടെ കൗതുകം സൃഷ്ടിച്ചുകൊണ്ട് ഹിന്ദി ക്ലബിന്റെ നേതൃത്വത്തിലുള്ള സുരലി ഹിന്ദി. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി വിദ്യാലയത്തിലെ എല്ലാ വിദ്യാർത്ഥികളുടെയും വ്യത്യസ്ത കഴിവുകൾ കണ്ടെത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ടാലന്റ് ലാബ്. ഓരോ ക്ലാസ്സിലെയും കുട്ടികളെ കണ്ടെത്തി അവർക്ക് ആവശ്യമായ പരിശീലനങ്ങൾ ആസൂത്രണം ചെയ്തു വരുന്നു. നല്ല പാഠത്തിലൂടെ സാമൂഹ്യ പങ്കാളിത്തം. LP ക്ലാസുകളിൽ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ കണ്ടെത്തി നല്ല പാഠം പ്രവർത്തകർ അധ്യാപകരുടെ സഹായത്തോടെ ഒഴിവു സമയങ്ങളിൽ പഠനം നടത്തിവരുന്നു. വായനയിലും എഴുത്തിലും പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്കായി ഏർപ്പെടുത്തിയ പദ്ധതിയാണ് അക്ഷരദീപം. നല്ല ആരോഗ്യം, നല്ല ജീവിതം എന്ന സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് സ്കൂളിൽ ജൈവ പച്ചക്കറിത്തോട്ടം നിർമ്മിച്ചു. കൃഷിയോടുള്ള താൽപ്പര്യം വർദ്ധിപ്പിച്ച് സ്വന്തമായി പച്ചക്കറികൾ നിർമ്മിക്കുന്നതിനുള്ള പരിശീലനവും പ്രോത്സാഹനവുമാണ് ഇതുവഴി കുട്ടികൾക്ക് ലഭിക്കുന്നത്. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിക്ക് ആവശ്യമായ പച്ചക്കറിയും ഇതിൽ നിന്ന് ലഭ്യമാകുന്നു. കേരളം അഭിമുഖീകരിച്ച മഹാപ്രളയത്തിന് ശേഷം എലിപ്പനി എന്ന മാരകരോഗം പടർന്നു പിടിച്ചു. എലിപ്പനി പടരുന്നതിനെതിരെ പാടിച്ചിറ ടൗണിലൂടെ ബോധവൽക്കരണ സന്ദേശയാത്രയും ലഘുലേഖാ വിതരണവും കുട്ടികളിൽ തങ്ങളുടെ ഉത്തരവാദിത്വ ബോധം തിരിച്ചറിയുന്നതിനുള്ള അവസരമായിരുന്നു. വിദ്യാർത്ഥികളിലെ സമ്പാദ്യശീലവും മൃഗപരിപാലന ശേഷിയും മെച്ചപ്പെടുത്തുന്നതിനായി മുള്ളംകൊല്ലി ഗ്രാമപഞ്ചായത്തും മൃഗസംരക്ഷണ വകുപ്പും നമ്മുടെ സ്കൂളിലെ ഏതാനും വിദ്യാർത്ഥികൾക്കായി വളർത്തുമൃഗങ്ങളെ വിതരണം ചെയ്തു. കുട്ടികളുടെ വീട് തേടിയൊരു യാത്ര. കേരളത്തിലൊട്ടാകെ പിടിച്ചുകുലുക്കിയ പ്രളയ ദുരന്തം നമ്മളെയും സാരമായി ബാധിച്ചു. വിദ്യാർത്ഥികളുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും ആവശ്യമായ സഹായങ്ങൾ നൽകുന്നതിനുമായി അധ്യാപകർ കുട്ടികളുടെ വീടുകൾ സന്ദർശിച്ചു. ജനുവരി 8, 9 തീയതികളിൽ 2ാം ഘട്ട ഭവന സന്ദർശനം നടത്തി. കുട്ടികളെ കൂടുതൽ അറിയുന്നതിനും അധ്യാപക വിദ്യാർത്ഥി ബന്ധം ദൃഢപ്പെടുത്തുന്നതിനും ഭവന സന്ദർശനങ്ങൾ സഹായകമായി. പഠനത്തോടൊപ്പം വിജ്ഞാനവും വിജ്ഞാനത്തോടൊപ്പം പഠനവും എന്ന ലക്ഷ്യത്തോടെ വിദ്യാർത്ഥികൾക്കായി പഠനയാത്ര സംഘടിപ്പിക്കാൻ സാധിച്ചു. ഉല്ലാസത്തിൻ്റെയും അറിവ് സമ്പാദനത്തിൻ്റെയും അനുഭവമായി സ്കൂൾ വിനോദയാത്ര മാറി. പുത്തൻ ഉണർവേകിയ, പുത്തൻ പ്രതീക്ഷകൾ സമ്മാനിച്ച, അനുഗ്രഹങ്ങൾ വർഷിച്ച ഒരു അധ്യയന വർഷം കൂടി ഇവിടെ അവസാനിക്കുകയാണ്. പാടിച്ചിറ സെന്റ് സെബാസ്റ്റ്യൻസ് UP സ്കൂളിൻ്റെ 43ാം വർഷത്തിന് ഇവിടെ തിരശീല വീഴുന്നു. നാളിതുവരെ നമ്മുടെ വിദ്യാലയത്തെ ഉന്നതിയിലേക്ക് നയിക്കുകയും എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം വഹിക്കുകയും സാമ്പത്തിക സഹായം കൊണ്ടും സാന്നിധ്യം കൊണ്ടും ഞങ്ങളെ ധന്യരാക്കുകയും ചെയ്ത എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും ആത്മാർത്ഥമായി അഭ്യർത്ഥിച്ചുകൊണ്ട് 2018-2019 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് സവിനയം സമർപ്പിക്കട്ടെ.